ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ മൂന്നാറിൽ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ കണ്ണനും മഹിക്കാണെങ്കിൽ വമ്പൻ സർപ്രൈസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ അനന്തവും രേഖയും കൂടെ ആണെങ്കിൽ അങ്ങനെ അനന്തവും രേഖയും കൂടെ ആണെങ്കിൽ റൂമൊക്കെ നല്ലപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ചെയ്തത് തന്നെ. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ അനന്തു ഇത് ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അനന്തു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിക്കാൻ പോകുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ വേണടാ, അല്ലെങ്കിൽ പിന്നെ എന്ത് ഫസ്റ്റ് നൈറ്റാ, ഇതൊക്കെ നീയും അറിയണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അനന്തു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണൻ പറയുന്നത്, ഇതൊക്കെ ഇവിടെ നമ്മൾ ആഘോഷിക്കുകയാണ്, പക്ഷേങ്കിൽ അവിടെ കമലേശ്വരം വീട്ടിലാണെങ്കിൽ ശത്രുക്കളുടെ ഒരു കുന്നോളം തന്നെ അവരിങ്ങനെ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഒരു വിഷമമുള്ളൂ ആകെ മാത്രം. എന്തായാലും മഞ്ജു ഇങ്ങനെയൊക്കെയോ മാറി, അതുപോലെ അമ്മയും കരുണയും ഉണ്ണിയൊക്കെ മാറിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കണ്ണനാണെങ്കിൽ. അപ്പോൾ അനന്ത പറയുന്നുണ്ട്, ഇന്ന് നല്ലൊരു ദിവസമാണ്, നീ അവരെ പറ്റിയൊന്നും ആലോചിച്ച് നിൻ്റെ ഉള്ള സന്തോഷം കളയാതിരിക്കുക കണ്ണാ. അല്ലെങ്കിലും അവരൊന്നും നിന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. മഹിയാണ് നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും അവളാണ് നിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തത്, അവളെയാണ് നീ സ്നേഹിക്കേണ്ടത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവളെന്നും എൻ്റെ കൂടെ ജീവിതത്തിൽ വേണം, അവളെൻ്റെ മോശ സമയത്തും എൻ്റെ കൂടെ നിന്നവളാണ്, അപ്പോൾ ഒരിക്കലും ഞാൻ അവളെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹിയെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ. അതിനുശേഷം കണ്ണൻ പറയുന്നുണ്ട്, താനിന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്, ഈ ഒരു സാരിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, ഓ തുടങ്ങിയല്ലോ അവരുടെ ഒരു റൊമാൻസ്, ഇനി നമുക്കിങ്ങ് വരാൻ രേഖ എന്ന് പറഞ്ഞ് രേഖേനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ അനന്തു ആണെങ്കിൽ. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ അവരുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ മേഘനാഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ ഇതൊന്നും തന്നെ അറിയാതെ മഹിയും കണ്ണനാണെങ്കിൽ അവരുടെ ആ സ്വർഗത്തിലെ ആ ചെറിയൊരു ലോകത്തിലോട്ടാണ് അവർ പോയിരിക്കുന്നത് തന്നെ. അതേസമയം തന്നെയാണ് നമ്മുടെ മേഘനാഥൻ അവിടെ ആ ഹോട്ടൽ റൂമിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ കള്ള് കുടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ മാർക്കോയൊക്കെ തെറി പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ നമ്മുടെ കണ്ണിനും മാർക്കോയും പിന്നെ മഹാലക്ഷ്മിയും ആരും തന്നെ അറിയുന്നില്ല. മേഘനാഥൻ അവിടെയാണ് ഉള്ളത്. ആ കണ്ണനും മഹിയും താമസിക്കുന്ന ആ ഹോട്ടൽ റൂമിൽ തന്നെയാണ് നമ്മുടെ മേഘനാഥൻ ഉള്ളത് എന്നുള്ള കാര്യം അവരാരും തന്നെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹിയും കണ്ണനാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കുന്ന ഈ ഒരു നിമിഷത്ത് നമ്മുടെ മേഘനാഥൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ആ ഹോട്ടൽ മാനേജർ വരുന്നുണ്ട്. എന്താ ഇവനീ കാണിക്കുന്നത്, ഇവനെ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറക്കി വിടുക, അല്ലാതെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിൽ ആ ഹോട്ടൽ മാനേജർ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, താനൊന്നും മിണ്ടാതിരിക്കണോ, ഞാനിവിടെ പൈസയും കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, എന്നെ അങ്ങനെയൊന്നും ആട്ടിയിറക്കാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഹോട്ടൽ മാനേജർക്ക് നേരെ നമ്മുടെ മേഘനാഥൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടൽ മാനേജർ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തായാലും അവൻ്റെ കൂടെ പോ എന്ന് പറഞ്ഞ് ഒരു സ്റ്റാഫിനെ മേഘനാഥൻ്റെ കൂടെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പം മേഘനാഥനാണെങ്കിൽ, കണ്ണാ മഹാലക്ഷ്മി നിങ്ങൾ എവിടെയാണ്, എൻ്റെ കയ്യിൽ വല്ലതും പെട്ടാൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും എന്നുള്ള രീതിയിൽ ഉറക്കെ വിളിച്ചു കൂവുന്നുണ്ട്. അങ്ങനെ എല്ലാ വാതിലുകളും നമ്മുടെ മേഘനാഥനാണെങ്കിൽ പോയി തട്ടി വിളിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മേഘനാഥനെയും പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയൊന്നും കാണാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോഴാണ് നമ്മുടെ മേഘനാഥൻ അവിടെ ബോധമില്ലാതെ മേഘനാഥൻ ഏതോ ഒരു റൂമിലൊക്കെ പോയി വീഴുകയും മേഘനാഥൻ്റെ റൂമിലോട്ട് ആ ഒരു സ്റ്റാഫ് എത്തിക്കുകയും ചെയ്യുന്നത് തന്നെ. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ അവരുടെ കുഞ്ഞു നിമിഷം ഭയങ്കരമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.